ഹായ്. ഇപ്രാവശ്യം ഓണത്തിനിറങ്ങിയ ഹൊറർ മൂഡിലുള്ള സബ്ജക്റ്റ് എന്ന് അവകാശപ്പെടുന്ന ഒരു ചിത്രമാണ് ലോക. പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയെന്നും വലിയ കോടികളിലേക്ക് സിനിമയുടെ കളക്ഷൻ നീങ്ങുകയാണ് എന്നൊക്കെ വാർത്ത പരക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രേക്ഷകനെ ഞെട്ടിച്ച, പ്രേക്ഷകന് അത്യധികം സന്തോഷിക്കാനുള്ള, സംതൃപ്തിപ്പെടുത്താനുള്ള വക നൽകിയ സിനിമയാണോ ലോക? ലോകോത്തര നിലവാരമെന്ന് വിശേഷിപ്പിച്ച് ഊതി ഉറപ്പിച്ച ബലൂണാണ് ലോക എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി സത്യമായ കാര്യം. സിനിമയിൽ നിന്ന് പ്രത്യേകിച്ച് പ്രേക്ഷകന് ഒരു തരത്തിലും ഒരു സ്റ്റോറി, കഥയോ അതല്ലെങ്കിൽ കഥാപാത്രങ്ങളോ ഒന്നും തന്നെ കണക്ട് ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്ക്രീനിൽ വന്നു പോകുന്ന കുറേ കോമിക് കഥാപാത്രങ്ങൾ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ബാലരമയിലെ ഒരു കാർട്ടൂൺ കഥ വായിക്കുന്ന മൂഡിലുള്ള ഒരു സിനിമയെന്നേ ലോക എന്ന സിനിമയെ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തൊക്കെയോ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ച് എവിടെയൊക്കെയോ വലിയ തോതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടതായി വരും. സിനിമ ഇനി പ്രേക്ഷകനെ സംബന്ധിച്ച് ആരെങ്കിലും ഒരാൾ അത് പോരാ എന്ന് പറയുകയാണെങ്കിൽ അയാൾ മോശമാണ്, അയാൾക്ക് കഴിവില്ല, അയാൾ മണ്ടനാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമവും വ്യാപകമാണ്. ഇത്തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു എമ്പുരാൻ. തുടക്കത്തിൽ തന്നെ വമ്പൻ ഹൈപ്പുണ്ടാക്കി ചേരിതിരിഞ്ഞ് പ്രതികരണങ്ങൾ വലിയ തോതിൽ വന്ന് അവസാനം OTT എത്തിയപ്പോൾ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ, വിലയിരുത്തലുകൾ പുറത്തു വരാനായി തുടങ്ങി. ഏതാണ്ട് ലോകയും അത്തരത്തിലുള്ള ഒരു സിനിമയാണെന്നേ പറയാൻ സാധിക്കൂ. പ്രത്യേകിച്ച് ഇത്രയും ഉയർത്തിക്കെട്ടാനോ അതല്ലെങ്കിൽ ലോകോത്തര നിലവാരമെന്ന് അവകാശപ്പെടാനോ ഉള്ള സിനിമയൊന്നും ലോക എന്ന സിനിമ സമ്മാനിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ഒരു തവണ കണ്ടിരിക്കാവുന്ന, പ്രേക്ഷകന് ബോറടിക്കാതെ കുറച്ച് സ്ക്രീനിൽ കുറച്ച് വിഷ്വലുകൾ ഓടിക്കളിക്കുന്ന ഒരു സിനിമ മാത്രമാണ് ലോക.